ഒരു KSRTC ഡിപ്പോ അതിലെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? വടക്കാഞ്ചേരി ഒരു മൊബിലിറ്റി ഹബ്ബ് ഏറ്റവും അധികം ആവശ്യമാണ്. കാരണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡുണ്ട്, വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡുണ്ട്. പക്ഷേ ഒരു മൊബിലിറ്റി ഹബ്ബോട് കൂടിയിട്ടുള്ള ബസ് സ്റ്റാൻഡ്, ഇപ്പോൾ വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബ് മാതൃകയിൽ വൈറ്റ്ലയുടെ അത്രയ്ക്കല്ലെങ്കിലും അതിൻ്റെ ഒരു മിനിയേച്ചർ വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുക. നഗരസഭ സ്ഥലം ഏറ്റെടുത്ത് അവിടെ സർക്കാർ പദ്ധതിയോടുകൂടി നമുക്കൊരു മൊബിലിറ്റി ഹബ്ബ് നടപ്പിലാക്കിയാൽ പ്രൈവറ്റ് ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും അവിടെ പ്രത്യേകം സ്റ്റാൻഡുകൾ നിർമ്മിക്കാനും ആ മൊബിലിറ്റി ഹബ്ബിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആളുകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാനും, ഇപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ വണ്ടിയിട്ട് ആളുകൾ മെട്രോ ട്രെയിനിൽ കയറി പോകുന്ന മാതൃകയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ മൊബിലിറ്റി ഹബ്ബ് വടക്കാഞ്ചേരി പട്ടണത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ഈ പറയുന്ന ഇതുവരെ ഭരിച്ചിരുന്ന ആളുകൾക്ക്, 10 വർഷമായിട്ട് അധികാരമുള്ള ആളുകൾക്ക് ചിന്ത പോലും ഉണ്ടായിട്ടില്ല. വടക്കാഞ്ചേരിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, ആ മാറ്റങ്ങൾ മൊബിലിറ്റി ഹബ്ബുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ വടക്കാഞ്ചേരിയിൽ മൊബിലിറ്റി ഹബ്ബ് സ്ഥാപിക്കും. അതും പറയുന്ന വാക്കാണ്, വാക്ക് പാലിക്കാനുള്ളതാണ്, വാഗ്ദാനമല്ല. ഇത് വാക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുപോലെ ഈ വാഴാനി, പത്താഴക്കുണ്ട്, പൂമല, അതുപോലെ ആ ഡാമുകൾ, പിന്നെ ചപ്പാറ, നമ്മുടെ ചാത്തഞ്ചിറ, വിലങ്ങൻകുന്ന്, ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം വികസന സാധ്യത അത് പരിശോധിച്ചിട്ടുണ്ടോ? വടക്കാഞ്ചേരിയിൽ ഒട്ടനവധി ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ പൂമലയിൽ തന്നെ ഒരുപാട് റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള പൂമലയിലുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താ സ്ഥിതി? പൂമലയിൽ റിസോർട്ടുകൾക്ക് അംഗീകാരം നൽകാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു വീടുകളിൽ ഹോം സ്റ്റേകളായിട്ടും ഒക്കെയാണ് ഇപ്പോഴും റിസോർട്ടുകൾ നടത്തുന്നത്. കൂടുതൽ വലിയ രീതിയിലുള്ള റിസോർട്ടുകൾ നടത്താൻ സാധിക്കില്ല. അതിന് രേഖകൾ, പൂമല മേഖലയിലെ ഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട രേഖകളിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് കൂടുതൽ നമുക്ക് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യം വേണം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട സൗകര്യം വേണം, അവർക്ക് വിശ്രമിക്കാൻ വേണ്ട സൗകര്യം വേണം. അപ്പോൾ പൂമല ഉൾപ്പെടെ വാഴാനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും, അതിൻ്റെ കൂടെ തന്നെ വാഴാനി ഡാമിൽ എന്തൊക്കെയോ വികസന വിപ്ലവം ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു നാട മുറിക്കുന്ന നിർമ്മാണോദ്ഘാടനമല്ലാതെ എന്താണ് വാഴാനി ഡാമിൽ കഴിഞ്ഞ 5 വർഷം നടന്നത്? വാഴാനി ഡാമിൽ റോപ്പ് വേ നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഡാമിൻ്റെ ഭംഗി ഉപയോഗിച്ച് ആ ഡാമിൽ ചെയ്യാവുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. കേന്ദ്രീകരിച്ച് ബോട്ടിംഗ്, പെഡൽ ബോട്ടോടുകൂടി ഉള്ള ബോട്ടിംഗ് സൗകര്യം അവിടെ നിർമ്മിക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് കുടുംബങ്ങൾക്ക് ജോലി ലഭിക്കും. അവിടെ സ്വാഭാവികമായിട്ടും കഫേകൾ തുടങ്ങാൻ സാധിക്കും. അവിടെ ചെറിയ പാർക്കുകൾ സ്ഥാപിക്കണം. അതോടുകൂടി ബോട്ടിങ്ങിൻ്റെ സൗകര്യം വേണം. ചാത്തഞ്ചിറയിൽ നമുക്ക് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള അവിടെ സ്ഥാപിക്കാം. തൂമാനച്ചിറയിൽ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ട സൗകര്യം പോലും ഇപ്പോൾ ഇല്ല. അവിടെ ആളുകൾക്ക് ഭംഗിയായി നടന്ന് താഴേക്ക് പൈതൃകമായ രീതിയിൽ നടന്നു പോകാനുള്ള സൗകര്യം, അവിടെ ആളുകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ട സൗകര്യം, അവിടെ ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കുക, അങ്ങനെ ഭംഗികരമാക്കുക. തൂമാനപ്പാറയെ വാഴാനി ഡാം കൂടുതൽ മനോഹരമാക്കുക, പാർക്കുകൾ കൂടുതൽ മോടി കൂട്ടി അത് കൃത്യമായി നമുക്ക് കോടികൾ ചിലവാക്കി മോടി കൂട്ടാം. പക്ഷേ മെയിൻ്റനൻസ് ആണ് ഇവിടെ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുന്നത്. അപ്പോൾ അത് ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ വാഴാനി ഡാമിൽ ഒരുക്കുക. അതുപോലെ തന്നെയാണ് പൂമല ഡാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂമലയിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുക. വാഴാനി, ചപ്പാറ, ചാത്തഞ്ചിറ, തൂമാനം, ഇങ്ങനൊരു ടൂറിസം കോറിഡോർ നിർമ്മിക്കുക എന്നുള്ളത് ഈ അവസരത്തിൽ ഉറപ്പു നൽകുക.